ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 126. പാറ്റേൺ പീസിലെ കട്ടിയുള്ള പുറം വര ഏത്? പാറ്റേൺ പീസിലെ കട്ടിയുള്ള പുറം വര ഏതാണ്? ഇതാണ് കട്ടിംഗ് ലൈൻ ആണ് പാറ്റേൺ പീസിലെ കട്ടിയുള്ള പുറം വര അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്. കട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് പാറ്റേൺ പീസിൻ്റെ പുറം അതിർത്തി അല്ലെങ്കിൽ ഔട്ടർ ബൗണ്ടറി സൂചിപ്പിക്കുന്ന വരയാണ്. ഫാബ്രിക് മുറിക്കുമ്പോൾ ഈ വരയിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരു പാറ്റേൺ പീസിൽ പലതരത്തിലുള്ള ലൈൻസും അതുപോലെ സിമ്പിൾസും ചിഹ്നങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കട്ടിംഗ് ലൈനാണ്. കാരണം ഗാർമെൻറ്റിൻ്റെ യഥാർത്ഥ ആകൃതി നിർണ്ണയിക്കുന്നത് ഈ ലൈനാണ്. പാറ്റേണിനെ ഫാബ്രിക്കിന് മുകളിൽ വെച്ച ശേഷം കട്ടിംഗ് ലൈൻ പിന്തുടർന്നാണ് നമ്മൾ തുണി മുറിക്കേണ്ടത്. കട്ടിംഗ് ലൈന് തെറ്റിയാൽ ഗാർമെൻറ്റ് ഫിറ്റും അളവുകളും കംപ്ലീറ്റ് ആയിട്ട് തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് സർക്കിൾ എന്ന് പറയുന്നത് ഒരു പാറ്റേണിലെ പ്രത്യേക മാർക്കിങ്ങുകൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്, കട്ടിംഗ് ലൈൻ അല്ല. അടുത്തത് നോച്ചസ്, പാറ്റേൺ പീസസ് തമ്മിൽ ശരിയായി പൊരുത്തപ്പെടുത്താൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ അടയാളങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ലീവും ആം ഹോളും ചേർക്കുമ്പോൾ നോച്ചസ് നമ്മളെ സഹായിക്കും. അതായത് ബാക്ക് ആം ഹോൾ ആണോ ഫ്രണ്ട് ആം ഹോൾ ആണോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ബാക്ക് സൈഡ് ആണോ ഫ്രണ്ട് സൈഡ് ആണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ഈ നോച്ചസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി സ്മോൾ ആരോസ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൽ സാധാരണ ഗ്രെയിൻ ലൈൻ അഥവാ ഫാബ്രിക്കിന്റെ നൂലുകളുടെ ദിശ കാണിക്കുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് ലൈൻ കാണിക്കുന്നിടത്താണ് നമ്മൾ തുണി മുറിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 127. ഡാഷ് ഫാഷൻ സൃഷ്ടിക്കുന്നു. ഡാഷ് ഫാഷൻ സൃഷ്ടിക്കുന്നു എന്താണ്? ഫാഷൻ ഇന്നോവേറ്റേഴ്സ്. ഫാഷൻ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് പുതിയ ഫാഷൻ ആശയങ്ങൾ ആദ്യം അവതരിപ്പിക്കുകയും പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇവരാണ് പുതിയ സ്റ്റൈൽ, ഡിസൈൻ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതി ആദ്യമായിട്ട് അവതരിപ്പിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുക. പിന്നീടാണ് ആ ട്രെൻഡ് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വ്യാപകമാവുകയും ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ, പ്രശസ്ത ഫാഷൻ ഡിസൈനേഴ്സ്, ബ്രാൻഡ്, സെലിബ്രിറ്റീസ് എന്നിവർ പലപ്പോഴും പുതിയ ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന ഫാഷൻ ഇന്നോവേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഫാഷൻ റോൾ മോഡൽസ്, ഫാഷനിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന വ്യക്തികളാണ്. ഇവർ പുതിയ ഫാഷൻ സൃഷ്ടിക്കുന്നില്ല. ഇനി ഫാഷൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ സൃഷ്ടിച്ച ഫാഷൻ പിന്തുടരുന്ന ആളുകളാണ്. ഇവർ പുതിയ ട്രെൻഡ് സൃഷ്ടിക്കുന്നില്ല. ഇനി ഫാഷൻ വിക്ടിംസ് എന്ന് പറയുന്നത് ഫാഷൻ ട്രെൻഡുകളെ അന്ധമായി പിന്തുടരുന്ന ആളുകളെയാണ് നമ്മൾ ഫാഷൻ വിക്ടിംസ് എന്ന് പറയുന്നത്. അതായത് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഫാഷൻ, ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോളോ ഫാഷൻ, റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ, മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അവർ. ഫാഷൻ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്ലി, അതായത് അന്ധമായിട്ട് തന്നെ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് ഫാഷൻ വിക്ടിംസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 128. അടിസ്ഥാന ഫിറ്റഡ് വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ഏത്? അടിസ്ഥാന ഫിറ്റഡ് വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ഏത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം സ്ലോപ്പർ ആണ്. സ്ലോപ്പർ എന്നത് ശരീരത്തിന്റെ കൃത്യമായ അളവുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബേസിക് പാറ്റേൺ ആണ്. ഇതിൽ സീം അലവൻസുകളോ സ്റ്റൈൽ ഡിസൈനുകളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്ലോപ്പറിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കൃത്യമായി ഫിറ്റ് ചെയ്യുന്ന ഒരു അടിസ്ഥാന രൂപം, ബേസിക് ഫിറ്റ് നൽകുക അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്നതാണ് നമ്മളുടെ സ്ലോപ്പറിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പിന്നീട് വിവിധ ഡിസൈനുകളായിട്ടുള്ള ഫ്രോക്ക്, ബ്ലൗസ്, ഷർട്ട്, ജാക്കറ്റ് അങ്ങനെ തുടങ്ങിയ മറ്റ് ഗാർമെന്റ്സിന്റെ പാറ്റേണുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ലോപ്പറിനെ ഫൗണ്ടേഷൻ പാറ്റേൺ അല്ലെങ്കിൽ ബേസിക് ബ്ലോക്ക് പാറ്റേൺ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ടോർസോ എന്ന് പറയുന്ന ശരീരത്തിന്റെ പ്രധാന ഭാഗത്തെയാണ്. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഉൾപ്പെടുന്ന ഭാഗം ടോർസോ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അല്ല. ഇനി ബോഡി സൈസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ അളവുകളെയാണ് ബോഡി സൈസ് എന്ന് പറയുന്നത്. ഇതും പാറ്റേൺ അല്ല. ഇനി മേക്കിംഗ്, ഇതൊരു നിർമ്മാണ പ്രക്രിയയെ സൂചിപ്പിക്കുന്ന പദമാണ്, അല്ലാതെ ഒരു പാറ്റേൺ അല്ല. അപ്പൊ ആൻസർ എന്താണ്? സ്ലോപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക് പാറ്റേൺ, പെർഫെക്റ്റ് ഫിറ്റ് അല്ലെ, അടിസ്ഥാന ഫിറ്റഡ് വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ഏതാണ്? സ്ലോപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 129. താൽക്കാലിക സ്റ്റിച്ചുകൾ എന്നത് എന്താണ്? താൽക്കാലിക സ്റ്റിച്ചുകൾ എന്നത് എന്താണ്? ബാസ്റ്റിംഗ് എന്നത് ഗാർമെന്റിന്റെ ഭാഗങ്ങൾ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് അല്ലേ. പെർമനന്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ പെർമനന്റ് സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് 2 തുണിക്കഷ്ണങ്ങൾ ശരിയായ സ്ഥാനത്തൊന്ന് നിൽക്കാനാണ് നമ്മൾ
ബാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിച്ച് അവസാന തയ്യലിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചെയ്യാം. അതിനാലാണ് ഇതിനെ ടെമ്പററി സ്റ്റിച്ച് എന്ന് നമ്മൾ പറയുന്നത്. ബാസ്റ്റിംഗ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പാറ്റേൺ പരിശോധിക്കാൻ, ഗാർമെന്റിന്റെ ഫിറ്റ് പരിശോധിക്കാൻ, 2 തുണി കഷ്ണങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ, മെഷീൻ സ്റ്റിച്ചിന് മുന്നേ തുണി യഥാസ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥാനം മാറാതിരിക്കാനൊക്കെയാണ് നമ്മൾ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാസ്റ്റിംഗ് സ്റ്റിച്ചിനെ നമ്മൾ ടാക്കിംഗ് സ്റ്റിച്ച് എന്നും വിളിക്കാറുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർമനന്റ് സ്റ്റിച്ചാണ്. അതൊരു ടെമ്പററി സ്റ്റിച്ച് അല്ല. ഇനി ഓവർലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ അരിക് അഴിഞ്ഞു പോകാതിരിക്കാൻ ചെയ്യുന്ന എഡ്ജ് ഫിനിഷിംഗ് സ്റ്റിച്ചാണ്. ഫീഡ് ഓഫ് ആം എന്ന് പറയുന്നത് ഇത് ഒരു തയ്യൽ മെഷീന്റെ ഭാഗമാണ്, അല്ലാതെ സ്റ്റിച്ച് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 130. നിറത്തിന്റെ തിളക്കമോ മങ്ങലോ സൂചിപ്പിക്കുന്നത് എന്ത്? നിറത്തിന്റെ തിളക്കമോ മങ്ങലോ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം എന്താണ്? ക്രോമ. ക്രോമ എന്ന് പറയുന്ന ഒരു നിറത്തിന്റെ ശുദ്ധതയെയോ, അതായത് പ്യൂരിറ്റി, തിളക്കത്തെയോ ബ്രൈറ്റ്നസ്, മങ്ങലിനെയോ ഡൾനെസ് സൂചിപ്പിക്കുന്ന പദമാണ് ക്രോമ എന്ന് പറയുന്നത്. എന്താണ്? ഒരു നിറത്തിന്റെ പ്യൂരിറ്റി, ബ്രൈറ്റ്നസ്, ഡൾനെസ് ഇവയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ക്രോമ എന്ന് പറയുന്നത്. ഒരു നിറം എത്രത്തോളം തെളിച്ചമുള്ളതും ജീവനുള്ളതുമാണ്, അല്ലെങ്കിൽ എത്രത്തോളം മങ്ങിയതോ ചാരനിറം കലർന്നതോ ആണ് എന്നതാണ് നമ്മൾ ക്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്രോമ ഉപയോഗിച്ച് അളക്കുന്നത്. ഒരു നിറം എത്രത്തോളം മങ്ങിയതോ അല്ലെങ്കിൽ ചാരനിറം ഗ്രേ കലർന്നതാണോ എന്ന് അളക്കുന്നത്. ഇനി ഹൈ ക്രോമ എന്ന് പറഞ്ഞാൽ നിറം വളരെ തെളിച്ചമുള്ളതും ശുദ്ധവുമാണ് എന്നാണ് അർത്ഥം. ലോ ക്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം മങ്ങിയതോ ചാരനിറം കലർന്നതോ ആണ്. ഫാഷൻ ഡിസൈനിങ്ങിലും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലും ശരിയായ നിറങ്ങളുടെ തിരഞ്ഞെടുപ്പ് ക്രോമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള വിബ്ജിആർ എന്ന് പറയുന്നത് മഴവില്ലിനെ 7 നിറങ്ങളെ ഓർക്കാനുള്ള ഒരു ചുരുക്കപ്പേരാണ് അല്ലേ? എന്ത് വിബ്ജിആർ എന്ന് പറയുന്നത്? നിറത്തിന്റെ തിളക്കമോ അല്ലെങ്കിൽ മങ്ങലിനോ സൂചിപ്പിക്കുന്ന ഒരു വേർഡല്ല. ഹ്യൂ എന്ന് പറയുന്ന ഒരു നിറത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ നിറത്തിന്റെ യഥാർത്ഥ പേര്, അല്ലെങ്കിൽ നിറത്തിന്റെ മറ്റൊരു പേര് എന്നൊക്കെ പറയുന്നതാണ് ഹ്യൂ. ഇനി മജന്ത എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക നിറമാണ്. ക്രോമ എന്ന ഗുണത്തെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 131. ടെനസിറ്റി സാധാരണയായി ഏതിൻ്റെയാണ്? ടെനസിറ്റി സാധാരണയായി ഏതിൻ്റെതാണ്? ടെനസിറ്റി എന്തിനെയാണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെനസിറ്റി പറയുന്നത്? ടെനസിറ്റി എന്ന് പറയുന്ന ഒരു ഫൈബറിന്റെ വലിച്ചു നീട്ടുമ്പോൾ പൊട്ടാതെ നേരിടാനുള്ള ശക്തിയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ? ഒരു ഫൈബറിനെ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ എത്രത്തോളം അത് പൊട്ടാതെ നിൽക്കുന്നു, ആ ശക്തിയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് പറഞ്ഞാൽ ഒരു ഫൈബർ എത്ര ശക്തമാണ് എന്ന് അളക്കുന്ന ഗുണമാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ സയൻസിൽ ടെനസിറ്റി സാധാരണയായിട്ട് ഫൈബർ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഗ്രാം പെർ ഡീനിയർ അല്ലെങ്കിൽ സെന്റിന്യൂട്ടൺ പെർ ടെക്സ് എന്ന യൂണിറ്റുകളിലാണ് അളക്കുന്നത്. അതായത് ടെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഫൈബർ പ്രോപ്പർട്ടി ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് ഗ്രാം പെർ ഡീനിയർ അല്ലെങ്കിൽ സെന്റിന്യൂട്ടൺ പെർ ടെക്സ് എന്ന യൂണിറ്റുകളിലാണ് നമ്മൾ അളക്കുന്നത്. ടെനസിറ്റി കൂടുതലുള്ള ഫൈബറുകൾ നൈലോൺ, പോളിയസ്റ്റർ, കെവ്ലാർ ഒക്കെയാണ്. ഇവയ്ക്ക് കൂടുതൽ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, സുരക്ഷാ വസ്ത്രങ്ങൾക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് യാണിനും ശക്തി ഉണ്ടെങ്കിലും ടെനസിറ്റി എന്ന ഗുണം അടിസ്ഥാനപരമായി ഫൈബറിന്റെ ഗുണമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിന്റെ ശക്തി പരിശോധിക്കുമെങ്കിലും നമ്മൾ ടെനസിറ്റി എന്ന പദം സാധാരണയായിട്ട് ഫൈബറിനോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി കോട്ടൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫൈബറാണ്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഫൈബറിന്റെ ഗുണത്തെ കുറിച്ചാണ്, പ്രോപ്പർട്ടി ഓഫ് എ ഫൈബർ ആണ് ചോദിച്ചിട്ടുള്ളത്. ടെനസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്ട്രെങ്ത് ഓഫ് ഫൈബർ അളക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 132. വീവിംഗ് ലൂമിൽ ഹാർനസ് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമായ പ്രക്രിയ എന്ത്? വീവിംഗ് ലൂമിൽ ഹാർനസ് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമായ പ്രക്രിയ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഷെഡിങ് എന്ന് പറയുന്നത് വീവിംഗ് പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഹാർനസ് ഫ്രെയിംസ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് വാർപ്പ് നൂലുകളെ 2 പാളികളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷെഡിങ് എന്ന് പറയുന്നത്. ഷെഡിങ് എന്ന് പറഞ്ഞാൽ വീവിംഗിലെ ആദ്യത്തെ ഘട്ടമാണ്. പ്രൈമറി സ്റ്റെപ്സ് നമ്മൾ പറയില്ലേ, അതിനകത്ത് ആദ്യത്തെ ഘട്ടമാണ്.
ഈ ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? ഹാർനസ് ഫ്രെയിംസിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് വാർപ്പ് നൂലുകളെ 2 സെറ്റായിട്ട് 2 പാളികളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വേർതിരിവിലൂടെ രൂപപ്പെടുത്തിയ തുറന്ന ഇടത്തെയാണ് നമ്മൾ ഷെഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വേർതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വി ഷേപ്പിലുള്ള ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഷെഡ് എന്ന് വിളിക്കുന്നത്. ഈ തുറന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ ഷട്ടിൽ അല്ലെങ്കിൽ വെഫ്റ്റ് നൂല് കടത്തി വിടുന്നത്. ഇങ്ങനെ തുറന്നു വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഷട്ടിൽ ഉപയോഗിച്ചിട്ട് വെഫ്റ്റ് നൂലിനെ നമ്മൾ കടത്തി വിടുന്നത്. ഷട്ടിൽ അല്ലെങ്കിൽ വെഫ്റ്റ് കാരിയർ ഉപയോഗിച്ച് നമ്മൾ വെഫ്റ്റ് നൂല് കടത്തി വിടുന്നത്. അപ്പൊ ഹാർനസ് എന്ന് പറയുന്നത് ഹാർനസ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് ഈ ഷെഡിങ് എന്ന് പറയുന്നത്. ഇനി വീവിങ്ങിന്റെ 4 പ്രധാന ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, വീവിങ്ങിന്റെ പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുമ്പോൾ 4 നമ്മളുടെ ആൻസർ വരുന്നത്. ഈ പ്രൈമറി സെക്കൻഡറി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ്, പ്രൈമറി ചോദിക്കുമ്പോൾ 3ഉം സെക്കൻഡറി ചോദിക്കുമ്പോഴാണ് നമുക്ക് വേറെ 2 ആയിട്ട് വരുന്നത്. പക്ഷേ പ്രധാന ഘട്ടങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 4 എഴുതുന്നത്. ഒന്നാമത്തേത് ഷെഡിങ്, വാർപ്പ് നൂലുകളെ വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. രണ്ടാമത്തേത് പിക്കിംഗ്, വെഫ്റ്റ് നൂല് ഷെഡിലൂടെ കടത്തിവിടുന്ന പ്രോസസ്സാണ്. അടുത്തത് എന്താണ്? ബീറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ഉപയോഗിച്ച് വെഫ്റ്റ് നൂല് തുണിയോട്, ഈ പിക്കിംഗ് ചെയ്തു പോയ നൂലിനെ നമ്മൾ തുണിയോട് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് അടുപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ പ്രോസസ്സ് ടേക്കപ്പ് ആൻഡ് ലെറ്റ് ഓഫ്. നെയ്ത്ത് പൂർത്തിയായ തുണി മുന്നോട്ട് നീക്കുകയും പുതിയ വാർപ്പ് നൂല് വിടുകയും ചെയ്യുന്നു. അപ്പൊ നെയ്ത്ത് കഴിഞ്ഞ തുണീനെ നമ്മൾ ക്ലോത്ത് ബീമിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് ഇങ്ങോട്ട് നീക്കുകയും അതേസമയം തന്നെ അവിടെ പുതിയ നൂല് മുന്നോട്ട് നീക്കുകയും ചെയ്ത് വാർപ്പ് നൂല് വിടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടേക്കപ്പ് ആൻഡ് ലെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 4 വീവിങ്ങിലെ പ്രധാന ഘട്ടങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പിക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷെഡിലൂടെ വെഫ്റ്റിയാണ് കടത്തിവിടുന്ന പ്രക്രിയയാണ്. ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് വാർപ്പ് നൂലുകളെ ഹീൽഡ് ഐസിലൂടെ റീഡിലൂടെയും കടത്തുന്ന തയ്യാറെടുപ്പ് പ്രക്രിയയാണ്. അതായത് ഇപ്പം ഇത് വീവിങ്ങിന്റെ പ്രധാന ഘട്ടമല്ല. ഡ്രോയിങ് എന്ന് പറയുന്നത് വാർപ്പ് നൂലുകളെ ഹീൽഡ് ഐസിലൂടെയും റീഡിലൂടെയും കടത്തുന്ന തയ്യാറെടുപ്പ് പ്രക്രിയയാണ്. നമ്മുടെ വീവിങ്ങിന്റെ ഫുൾ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്റ്റെപ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബീറ്റിംഗ് എന്ന് പറയുന്നത് റീഡ് ഉപയോഗിച്ച് വെഫ്റ്റിയാണ് ക്ലോത്ത് ഫെല്ലിലേക്ക് അടുപ്പിക്കുന്ന പ്രക്രിയയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇതൊന്നുമല്ല നമ്മളുടെ വീവിംഗ് ലൂമിൽ ഹാർനസ് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമായ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചതിന്റെ ആൻസർ എന്തായിരുന്നു? ഷെഡിങ്. 133ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കോംപ്ലിമെന്ററി നിറങ്ങളുടെ ജോഡി ഏത്? ഏതാണ്? യെല്ലോ ആൻഡ് വയലറ്റ് അല്ലേ? കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത് കളർ വീലിൽ പരസ്പരം എതിർവശത്ത് ഓപ്പോസിറ്റ് ആയി സ്ഥിതി ചെയ്യുന്ന നിറങ്ങളാണ് നമ്മൾ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഇവ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ വയലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ യെല്ലോ വയലറ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി കളർ പെയർ ആണ് അല്ലേ? ഈ മറ്റ് ഇതുപോലുള്ളൊരു പ്രധാനമായിട്ടുള്ള കോംപ്ലിമെന്ററി കളർ പെയേഴ്സ് ഏതാണെന്ന് നോക്കാം. റെഡും ഗ്രീനും, ബ്ലൂവും ഓറഞ്ചും, അതുപോലെ യെല്ലോയും വയലറ്റും. ഏതൊക്കെയാണ്? റെഡ് ആൻഡ് ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, വയലറ്റ് ഒക്കെയാണ് ഇതുപോലെയുള്ള പ്രധാനമായിട്ടുള്ള കളർ പെയേഴ്സ്, കോംപ്ലിമെന്ററി കളർ പെയേഴ്സ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബ്ലൂ ആൻഡ് വയലറ്റ്. ഇത് കളർ വീലിൽ അടുത്തടുത്തുള്ള നിറങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത് അനലോഗസ് കളേഴ്സ് ആണ് അല്ലേ? റെഡ്, ഓറഞ്ച് എന്താണ്? ഇതും അടുത്തടുത്തുള്ള നിറങ്ങളാണ്. ബ്ലൂ, ഗ്രീൻ ഇവയും അനലോഗസ് കളർ പെയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 134, ഫൈബറിന് ആവശ്യമായ പ്രധാന ഗുണം ഏതാണ്? ലെങ്ത് ആൻഡ് വിഡ്ത്ത് റേഷ്യോ, നീളം വീതി അനുപാതം. ലെങ്ത് ആൻഡ് വിഡ്ത്ത് റേഷ്യോ ആണ് ഒരു ഫൈബറിന് ആവശ്യമായ പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഫൈബർ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് അതിന്റെ നീളം, വീതി, അനുപാതം എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈബറിന്റെ നീളം അതിന്റെ വീതിയേക്കാൾ വളരെ കൂടുതലായിരിക്കണം. ഫൈബറിന്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ വീതിയേക്കാൾ വളരെ കൂടുതലായിരിക്കണം. ഈ പ്രത്യേകത കൊണ്ടാണ് ഫൈബറുകളെ സ്പിൻ ചെയ്ത് യാൺ നിർമ്മിക്കാൻ കഴിയുന്നത്. നമുക്ക് സ്പിന്നിങ് ചെയ്ത് യാൺ നിർമ്മിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നീളം കൂടുതലായിരിക്കണം അതിന്റെ എന്തിനെക്കാട്ടിലും, വീതിയെക്കാട്ടിലും. ഒരു ഫൈബറിന്റെ നീളം വളരെ കുറവാണെങ്കിൽ അത് നൂലാക്കി മാറ്റാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലെങ്ത് വിഡ്ത്ത് റേഷ്യോ ഒരു ഫൈബറിന്റെ
അടിസ്ഥാനമായിട്ടുള്ള സവിശേഷതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ലസ്റ്റർ, ഫൈബറിന്റെ തിളക്കത്തെയാണ് നമ്മൾ ലസ്റ്റർ എന്ന് പറയുന്നത്. ചില ഫൈബറുകൾക്ക് ലസ്റ്റർ കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. എന്നാൽ ഇത് എല്ലാ ഫൈബറുകൾക്കും നിർബന്ധമായിട്ട് വേണ്ട ഒരു ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്ന ഫൈബറിന്റെ സാന്ദ്രതയാണല്ലേ, ഇതൊരു ഭൗതിക ഗുണമാണ്, എന്നാൽ പ്രധാന അടിസ്ഥാന ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി റെസിലിയൻസി എന്ന് പറയുന്നത് അമർത്തിയ ശേഷം പഴയ രൂപത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവാണ്. ഇതൊരു പ്രധാന ഗുണമാണെങ്കിലും എല്ലാ ഫൈബറുകളെയും നിർവചിക്കുന്ന ഒരു അടിസ്ഥാന ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എല്ലാ ഫൈബറിനും ഈ റെസിലിയൻസി കൂടുതലും കുറവും ആയിരിക്കും, കൂടുതലോ കുറവോ വ്യത്യസ്തത ആയിരിക്കും. എന്നാലും ഇതൊരു പ്രധാന ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ക്വസ്റ്റ്യൻ നമ്പർ 135. ഫൈബർ വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങാനുള്ള കഴിവ് എന്താണ്? നേരത്തെ പറഞ്ഞു, റെസിലിയൻസി എന്ന് പറയുന്ന ഒരു ഫൈബറോ ഫാബ്രിക്കോ അമർത്തുകയോ മടക്കുകയോ ചെയ്തതിനു ശേഷം വീണ്ടും അതിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവാണ് നമ്മൾ റെസിലിയൻസി എന്ന് പറയുന്നത് അല്ലേ. ഈസി ആയിട്ട് പറഞ്ഞാൽ ചുളിവുകൾ മാറി പഴയ രൂപം വീണ്ടെടുക്കാനുള്ള കഴിവ്. റെസിലിയൻസി കൂടുതലുള്ള ഫാബ്രിക്കുകൾക്ക് ചുളിവുകൾ കുറവായിരിക്കും, കൂടുതൽ സമയം നല്ല രൂപം നിലനിർത്തും, ധരിച്ചാലും എളുപ്പത്തിൽ ചുളിയില്ല. എക്സാമ്പിൾ, വൂളിന് നല്ല റെസിലിയൻസി ഉണ്ട്, പോളിസ്റ്ററിന് നല്ല റെസിലിയൻസി ഉണ്ട്, കോട്ടണിന് താരതമ്യേന റെസിലിയൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ ചുളിയാറുണ്ട് അല്ലേ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. എലാസ്റ്റിക് റിക്കവറി, വലിച്ചു നീട്ടിയതിന് ശേഷം പഴയ നീളത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവാണ് ഇത്. അതായത് സ്ട്രെച്ചുമായി ബന്ധപ്പെട്ടതാണിത്. എലോങ്ങേഷൻ എന്ന് പറയുന്നത് പൊട്ടുന്നതിന് മുമ്പ് ഫൈബർ എത്രത്തോളം നീളുന്നു എന്നതാണ് എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇനി സ്പിന്നിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫൈബറിനെ യാണാക്കി മാറ്റാനുള്ള എത്രത്തോളം മാറ്റാനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ അനുയോജ്യതയാണ് ഈ ഫൈബർ, ഈ ഒരു പെർട്ടിക്കുലർ ഫൈബർ എത്രത്തോളം നമുക്ക് യാണാക്കി മാറ്റാൻ അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. പഴയ രൂപത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവിനെയല്ല അവിടെ സൂചിപ്പിക്കുന്നത്. സോ ആൻസർ എന്താണ്? റെസിലിയൻസി. 136ാമത്തെ ക്വസ്റ്റ്യൻ. കേസിംഗിലോ ഹെമ്മിലോ ചേർക്കുന്ന വസ്തു ഏതാണ്? കേസിംഗിലോ ഹെമ്മിലോ ചേർക്കുന്ന വസ്തു ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കോഡ്, ഹുക്ക്, വെൽക്രോ, എലാസ്റ്റിക്. കോഡ് എന്ന് പറയുന്നത് ഒരു കേസിംഗിലൂടെയോ ഹെമ്മിലൂടെയോ കടത്തിവിടുന്ന കയർ പോലെയുള്ള നൂലാണ്. ഇത് വസ്ത്രം മുറുക്കാനും അയക്കാനും ശരിയായ ഫിറ്റ് നിലനിർത്താനും ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. എക്സാമ്പിൾ, പൈജാമ, ട്രാക്ക് പാൻസ്, ഹുഡി, ചില ഗൗണുകൾ, അതുപോലെ തന്നെ ഡ്രോ സ്ട്രിങ് ബാഗുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇത് കേസിങ്ങിലൂടെ സാധാരണയായിട്ട് കടത്തിവിടുന്ന കോഡ് അല്ലേ, ഇതിനകത്തൊക്കെ നമ്മൾ കടത്തിവിടാറുണ്ട്. ഇനി കേസിംഗ് എന്താണ്? കേസിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക് മടക്കി തുന്നി കോഡ് അല്ലെങ്കിൽ എലാസ്റ്റിക് കടത്തിവിടാൻ തയ്യാറാക്കുന്ന ടണൽ പോലെയുള്ള ഭാഗമാണ് കോഡ് എന്ന് പറയുന്നത്. അതിലൂടെ കോഡ് കടത്തിയാൽ വസ്ത്രം നമുക്ക് എന്താണ് ആവശ്യാനുസരണം ടൈറ്റ് ചെയ്യാനോ മുറുക്കാനോ ആയിട്ട് കഴിയും. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വസ്ത്രം, ഹുക്ക്, വസ്ത്രം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫാസ്റ്റനർ ആണ് ഹുക്ക്, കേസിങ്ങിനുള്ളിലൂടെ ഇടുന്നതല്ല. വെൽക്രോ എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ ചേർത്ത് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫാസ്റ്റനർ ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കാം, എലാസ്റ്റിക്. എലാസ്റ്റിക്കും നമ്മൾ കേസിങ്ങിലൂടെ കടത്തിവിടുന്ന ഒരു വസ്തു തന്നെയാണ്. പക്ഷേ നമ്മളുടെ PSC ആൻസർ പ്രകാരം കോഡാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടും ആൻസർ ആയിട്ട് വരുന്നതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്യാൻസൽ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ കോഡാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 137. ഹെഡിൽസ് പിടിച്ചു നിർത്തുന്ന ഫ്രെയിം ഏത്? ഹെഡിൽസ് പിടിച്ചു നിർത്തുന്ന ഫ്രെയിം ഏത്? നമ്മൾ നേരത്തെ വീവിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഹാർനസ് എന്ന് പറയുന്നത് ലൂമിൽ ഹെഡിൽസ് പിടിച്ചു നിർത്തുന്ന ഒരു ഫ്രെയിമാണ് അല്ലെ. ഹാർനസ് ആണ് ഉത്തരം. ഹാർനസ് എന്ന് പറയുന്നത് ലൂമിൽ ഹെഡിൽസ് പിടിച്ചു നിർത്തുന്ന ഒരു ഫ്രെയിമാണ്. ഇതിനെ ഹാർനസ് ഫ്രെയിം അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്നും നമ്മൾ വിളിക്കും. ഇതിനെ നമ്മൾ ഹാർനസ് ഫ്രെയിം അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്നും വിളിക്കും. ഹാർനസ് എന്ന് പറയുന്നത് ലൂമിലെ ഹെഡിൽസ് പിടിച്ചു നിർത്തുന്ന ഒരു ഫ്രെയിമാണ്. ഇതിനെ നമ്മൾ ഹാർനസ് ഫ്രെയിം അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്നും വിളിക്കും. ഫാർപ്പ് നൂലുകൾ ഓരോ ഹെഡ് ലൈനിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നെയ്ത്തിനിടെ ഹാർനസ് മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ ഇതിനോടൊപ്പം ഹെഡിൽസും ചലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചലിക്കുകയും വാർപ്പ് നൂലുകൾ 2ആയിട്ട് വേർപെടുത്തുകയും ചെയ്യും. ഇപ്പം ഓരോ നൂലുകൾ തമ്മിലും ഇങ്ങനെ പിണഞ്ഞു പോവാതിരിക്കാൻ ഓരോ നൂലും ഇൻഡിവിജ്വൽ ആയിട്ട്
തമ്മിൽ അറിയാതെ കോർത്തോ കട്ട പിടിച്ചോ കെട്ടുപിടിച്ചോ പോവാതിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഈ ഹാർനസ് മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ കെട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഹെഡിൽ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെഡിൽ ഐയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, ഓരോ വാർപ്പ് നൂലുകൾ. അപ്പൊ നെയ്ത്തിലൂടെ ഹാർനസ് മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ അതിനോടൊപ്പം ഹെഡിൽസും ചലിക്കുകയും വാർപ്പ് നൂലുകൾ രണ്ടായി വേർപെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രക്രിയയിലൂടെ നമുക്ക് ഷെഡാണ് രൂപപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പിന്നീടാണ് നമ്മൾ ഷട്ടിൽ ഉപയോഗിച്ച് വെഫ്റ്റിയാണ് ഈ ഷെഡിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡിൽസിനെ താങ്ങി നിർത്തുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗം ഏതാണ്? ഹാർനസ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റാഡിൽ, വാർപ്പ് നൂലുകൾ ഒരേ അകലത്തിൽ ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റാഡിൽ എന്ന് പറയുന്നത്. ഇത് ഹെഡിൽസ് പിടിച്ചു നിർത്തുന്നതല്ല. ഇനി റീഡ് എന്ന് പറയുന്ന വെഫ്റ്റ് നൂലിനെ തുണിയിലേക്ക് അടുപ്പിക്കാൻ, ബീറ്റിംഗ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് റീഡ് എന്ന് പറയുന്നത്. ഷട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? വെഫ്റ്റിയാണ് ഷെഡിലൂടെ കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഷട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹാർനസ് എന്ന് പറയുന്നത്? ഹെഡിൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹെഡിൽസ് എന്ന് പറയുന്നത് വാർപ്പ് ത്രെഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. റീഡ് എന്ന് പറയുന്നത് ബീറ്റിംഗ്, വെഫ്റ്റ് ത്രെഡ് ബീറ്റ് ചെയ്യാനായിട്ട്. ഷട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? വെഫ്റ്റ് ത്രെഡ് ക്യാരി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെഫ്റ്റ് യാൺ ക്യാരി ചെയ്യാനായിട്ട്. ഇനി 138ാമത്തെ ക്വസ്റ്റ്യൻ. വീവിങ്ങിൽ ഉണ്ടാകുന്ന വസ്ത്രത്തിന്റെ പുറത്തെ കട്ടിയുള്ള അറ്റം എന്ത്? വീവിങ്ങിൽ ഉണ്ടാകുന്ന വസ്ത്രത്തിന്റെ പുറത്തെ അല്ലെങ്കിൽ ഔട്ടർ ഭാഗത്തെ അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള കട്ടിയുള്ള അറ്റം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് അല്ലെ, സെൽവെഡ്ജ്. സെൽവെഡ്ജ് എന്ന് പറയുന്നത് നെയ്ത്ത് തുണിയുടെ അല്ലെങ്കിൽ നെയ്ത തുണിയുടെ വോവൻ ഫാബ്രിക്കിന്റെ ഇരുവശങ്ങളിലുമുള്ള ഉറച്ചതും കട്ടിയുള്ളതുമായ അരികാണ് എന്ത് പറയുന്നത്? ടൈറ്റ്ലി വോവൻ ആയിട്ടുള്ള എഡ്ജസ് ആണ് എന്ത് പറയുന്നത്? സെൽവെഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, സെൽഫ് എഡ്ജ്. ഒരു തുണിയുടെ രണ്ടറ്റത്തും സെൽഫ് ആയിട്ട് തന്നെ ഒരു എഡ്ജ് ഫോം ആയിരിക്കുകയാണ്. നൂല് ഊരി പോവാത്ത രീതിയിൽ അവിടെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഫോം ആയിരിക്കുകയാണ് സെൽവെഡ്ജ് അല്ലെ സെൽവേജ് എന്ന് പറയുന്നത്. നെയ്ത്ത് നടക്കുമ്പോൾ വെഫ്റ്റിയാൻ ഓരോ വരിയിലും ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടുന്ന് റിട്ടേൺ വരികയാണ് അല്ലെ, തിരികെ വരും. വീവി നടക്കുമ്പോൾ വെഫ്റ്റിയാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി റിട്ടേൺ വന്ന് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അങ്ങനെ ഓരോ സൈഡിൽ നിന്നും അത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ തുണിയുടെ അരികുകൾ കൂടുതൽ എന്തായും സ്ട്രോങ് ആയിട്ടും അഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യുന്നു. അവിടെ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഉറച്ച അരികിനെയാണ് നമ്മൾ സെൽവെഡ്ജ് എന്ന് വിളിക്കുന്നത്. സെൽവെഡ്ജിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് അഴിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കുന്നു, ഗ്രെയിൻ ലൈൻ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇനി പാറ്റേൺ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഗ്രെയിൻ ലൈൻ സെൽവെഡ്ജിന് പാരലായിട്ട് വെക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആവുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന വാർപ്പ് നൂലുകൾ ഹെഡിൽസിലൂടെയും റീഡിലൂടെയും കടത്തുന്ന ക്രമീകരണത്തിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വാർപ്പ് നൂലുകൾ ഹെഡിലുകളിലൂടെയും റീഡിലൂടെയും കടത്തിവിടുന്ന ക്രമീകരണത്തെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഷെഡ് എന്ന് പറയുന്ന വാർപ്പ് നൂലുകളെ രണ്ടായി വേർപെടുത്തുമ്പോൾ രൂപപ്പെടുന്ന തുറന്ന ഭാഗമാണ് നമ്മൾ ഷെഡ് എന്ന് പറയുന്നത്. ത്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർപ്പ് നൂലുകൾ ഹെഡിൽസിലൂടെയും റീഡിലൂടെയും കടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ത്രെഡിങ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കടത്തി വിടാനുള്ള അല്ലെങ്കിൽ കടത്തുന്ന ക്രമീകരണത്തെയാണ് പറയുന്നത്. കടത്തി വിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രെഡിങ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം നോക്കി വയ്ക്കുക കേട്ടോ. സിൽക്കിൽ നിന്നുമുള്ള ചെറുതും ഷെയർ സ്വഭാവമുള്ള ഫാബ്രിക് ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 139. സിൽക്കിൽ നിന്നുമുള്ള ചെറുതും ഷിയർ സ്വഭാവമുള്ളതുമായ ഒരു ഫാബ്രിക് ഏത്? ചെറുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓർഗൻസയാണ് ഉത്തരം. അതായത് വളരെ ഭാരം കുറഞ്ഞതും ലൈറ്റ് വെയ്റ്റും സുതാര്യവുമായിട്ടുള്ള അല്പം ക്രിസ്പ്നെസ് ഉള്ള ഒരു നെയ്ത്ത് തുണിയാണ് ഈ ഓർഗൻസ എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ സിൽക്ക് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ സിന്തറ്റിക് നാരുകൾ ഉപയോഗിച്ചിട്ടും ഓർഗൻസ നമുക്ക് അവൈലബിൾ ആണ്. ഓർഗൻസയുടെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? ഷിയർ ഫാബ്രിക് ആണ്, വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ ബ്രൈഡൽ ഗൗൺസ്, വെയിൽസ്, പാർട്ടി വെയർ, സാരി, ഡെക്കറേറ്റീവ് ഐറ്റംസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഓർഗൻ ടീ, ഇത് കോട്ടൺ കൊണ്ടുള്ളൊരു ഷീർ ഫാബ്രിക് ആണ്, സിൽക്ക് അല്ല. റയോൺ ഒരു സെമി സിന്തറ്റിക് ഫൈബർ ആണ്. മൊഹെയർ എന്ന് പറയുന്ന അങ്കോര ഗോട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനിമൽ ഫൈബർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 140. വാർപ്പ് പ്ലസ് വെഫ്റ്റ് ത്രെഡുകളുടെ മൊത്തം എണ്ണം എന്താണ്? ആൻസർ എന്താണ്? വാർപ്പ്
പ്ലസ് വെഫ്റ്റ് ത്രെഡുകളുടെ മൊത്തം എണ്ണം എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ട് ആണ് അല്ലേ. ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ചതുരശ്ര ഇഞ്ച്, അതായത് 1 സ്ക്വയർ ഇഞ്ചിൽ തുണിയിൽ ഉള്ള വാർപ്പ് ത്രെഡ്സിന്റെയും വെഫ്റ്റ് ത്രെഡ്സിന്റെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ ത്രെഡ് കൗണ്ട് ആയിട്ട് പറയുന്നത്. ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത് വാർപ്പ് കൗണ്ട് പ്ലസ് വെഫ്റ്റ് കൗണ്ട്. 1 ഇഞ്ച് വീതിയും 1 ഇഞ്ച് നീളവും ഉള്ളൊരു ക്ലോത്ത് പീസിൽ എത്ര വാർപ്പ് ത്രെഡ് ഉണ്ട്, എത്ര വെഫ്റ്റ് ത്രെഡ് ഉണ്ട് എന്ന് എണ്ണുന്ന ആ എണ്ണത്തിനെയാണ് നമ്മൾ ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു തുണിയിൽ 100 വാർപ്പ് ത്രെഡ്സും 80 വെഫ്റ്റ് ത്രെഡ്സും ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ത്രെഡ് കൗണ്ട് നമുക്ക് 180 ആയിട്ട് പറയാനായിട്ട് പറ്റും. ത്രെഡ് കൗണ്ട് കൂടുതലായാൽ സാധാരണ തുണി കൂടുതൽ മിനുസമുള്ളതും അതുപോലെ തന്നെ കട്ടി, സാന്ദ്രത, അതിന്റെ ഡെൻസിറ്റി, അതിന്റെ ആ അടുപ്പം, വീവിന്റെ അടുപ്പം, സാന്ദ്രത കൂടിയത് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതുമായിരിക്കും. പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ്, കോട്ടൺ ഫാബ്രിക്സ് ഒക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി പറയുന്നത് ത്രെഡ് കൗണ്ട് നോക്കിയിട്ടാണ് പറയാം. ബാക്കിയുള്ള ഓപ്ഷൻസ് വെഫ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ദിശയിലുള്ള വെഫ്റ്റ് ത്രെഡ്സിന്റെ എണ്ണം മാത്രമാണ്. വാർപ്പ് കൗണ്ട് എന്ന് പറയുന്നത് വേർട്ടിക്കൽ ദിശയിലുള്ള വാർപ്പ് ത്രെഡ്സിന്റെ എണ്ണം മാത്രമാണ്. ഡി എന്ന് പറയുന്നത് ഇത് ഏതുമല്ല, അല്ല എല്ലാം എന്ന് പറയേണ്ടത് ഏതുമല്ല, എല്ലാമല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ത്രെഡ് കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 141. തിരശ്ചീന രേഖകളുള്ള വീവ് ഏത്? തിരശ്ചീന രേഖകളുള്ള വീവ് ഏത്? ഡയഗണൽ ലൈൻസ്. ട്വിൽ വീവിലാണല്ലേ ഡയഗണൽ വരകൾ സർഫേസിൽ കാണുന്നത് നമുക്ക്. അതായത് ഡയഗണൽ വരകൾ വ്യക്തമായി കാണുന്ന ഒരു ബേസിക് വീവാണ് നമ്മളുടെ ട്വിൽ വീവ് എന്ന് പറയുന്നത്. ഒരു ഡയഗണൽ ഡയഗണൽ വരകൾ ഉണ്ടാകുന്നത് വാർപ്പും വെഫ്റ്റ് നൂലുകൾ ഒരു പർട്ടിക്കുലർ ക്രമത്തിൽ ഒന്നിന്റെ മേലെ അല്ലെങ്കിൽ ഒന്നിലധികം നൂലുകൾക്ക് മുകളിലൂടെ താഴെ കൂടെയും മേലെ കൂടെയും കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിലൊരു ഫ്ലോട്ട് ഉണ്ടാവും, ചെറിയൊരു ഫ്ലോട്ട് ഉണ്ടാവും. ആ ചെറിയ ഫ്ലോട്ടാണ് നമുക്ക് ഈ ഡയഗണൽ ലൈൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഉള്ളൊരു വീവാണിത്. ഡെനിം, ജീൻസ്, ഡ്രിൽ ഫാബ്രിക് മുതലായവയിലൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ചുളിവുകൾ കുറവായിരിക്കും, അതുപോലെ തന്നെ വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് സാറ്റിൻ വീവ്. നമുക്ക് എന്താണ് സർഫേസ് വളരെ മിനുസവും തിളക്കമുള്ളതാണ്. ലോങ് ഫ്ലോട്ട്സ് ആണ് അതിൻ്റെ അതിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സർഫേസ് മിനുസമുള്ളതും തിളക്കമുള്ളതും ആയിരിക്കും. പ്ലെയിൻ വീവ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വീവാണ്. ഒന്നേ അനുപാതത്തിൽ വാർപ്പിന് മുകളിൽ വെഫ്റ്റ് ഇന്റർലേസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ബാസ്ക്കറ്റ് വീവ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ വീവിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വകഭേദമാണ്. 2 അതിലധികമോ നൂലുകൾ ഒന്നിച്ച് നെയ്യുന്നതിനാൽ ചെക്ക് പോലെയുള്ള ഡിസൈൻസ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്, ഡയഗണൽ അല്ല ഉണ്ടാവുന്നത്. ഇനി സിൽക്ക് ഡൈയിങ്ങിന് ഉപയോഗിക്കുന്ന ഡൈ ഏത്? സിൽക്ക് ഡൈയിങ്ങിന് ഉപയോഗിക്കുന്ന ഡൈ ഏത്? ഏതാണ് ഉത്തരം? അസിഡിക് ഡൈ. സിൽക്കിന് ആസിഡ് ഡൈ അല്ലെങ്കിൽ ആസിഡ് ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായും സിൽക്ക്, വൂൾ, നൈലോൺ പോലുള്ള പ്രോട്ടീൻ ഫൈബറുകൾക്കും ചില പോളി അമൈഡ് ഫൈബേഴ്സിനും, സിൽക്ക്, വൂൾ പോലെയുള്ള പ്രോട്ടീൻ ഫൈബേഴ്സിനും നൈലോൺ പോലെയുള്ള ചില പോളി അമൈഡ് ഫൈബേഴ്സിനും നമ്മൾ ആസിഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡൈയിങ് പ്രക്രിയയിൽ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ആസിഡ്സ് ഉപയോഗിച്ച് അസിഡിക് മീഡിയം ആദ്യം ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആസിഡ് ഡൈ നാരുകളിൽ അബ്സോർബ് ആയിട്ട് നിറം നൽകുന്നത്. ആസിഡ് ഡൈ സിൽക്കിൽ ഉപയോഗിക്കുമ്പോൾ തിളക്കമുള്ള നിറങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ കളർ ഫാസ്റ്റ്നെസ് ലഭിക്കും. സിൽക്കിന്റെ യഥാർത്ഥമായിട്ടുള്ള തിളക്കം നിലനിർത്താനായിട്ട് സഹായിക്കും. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബേസിക് ഡൈ പ്രധാനമായിട്ട് അക്രിലിക് ഫൈബേഴ്സിനാണ് ഉപയോഗിക്കുന്നത്, സിൽക്കിനല്ല. അസോയിക് ഡൈ പ്രധാനമായിട്ട് കോട്ടൺ, സെല്ലുലോസിക് ഫൈബേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നു. സൾഫർ ഡൈ പ്രധാനമായിട്ടും കോട്ടൺ പോലുള്ള സെല്ലുലോസിക് ഫൈബേഴ്സിന് ഡാർക്ക് കളർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു, സിൽക്കിന് സാധാരണ ഉപയോഗിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മേഴ്സറൈസേഷൻ ഉപയോഗിക്കുന്നത് എന്ത്? 143. മേഴ്സറൈസേഷൻ ഉപയോഗിക്കുന്നത് എന്ത്? മേഴ്സറൈസേഷൻ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. മേഴ്സറൈസേഷൻ എന്ന് പറയുന്നത് കോട്ടൺ ഫൈബർ അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിനെ ശക്തമായ സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ ലായനിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഫിനിഷിംഗ് പ്രക്രിയയാണ് മേഴ്സറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഈ പ്രക്രിയ 1844 ജോൺ മേഴ്സർ എന്ന ശാസ്ത്രജ്ഞനാണ് വികസിപ്പിച്ചത്. 1844 ജോൺ
മേഴ്സർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് വികസിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് മേഴ്സറൈസേഷൻ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. മേഴ്സറൈസേഷൻ ചെയ്താൽ കോട്ടൺ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ തിളക്കം, ലസ്റ്റർ ഉണ്ടാവും, ശക്തി, സ്ട്രെങ്ത് ഉണ്ടാവും, ഡൈ അബ്സോർപ്ഷൻ, കൂടുതൽ ഡൈ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കിട്ടും, ഡയമെൻഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാവും, തുണിയുടെ ഗുണനിലവാരം കൂടും. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് പ്രധാനമായിട്ടും ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ് മേഴ്സറൈസേഷനിൽ ഉപയോഗിക്കുന്നില്ല. നൈട്രജൻ പെറോക്സൈഡ് ടെക്സ്റ്റൈൽ മേഴ്സറേഷനിൽ ഉപയോഗിക്കുന്ന രാസവസ്തു അല്ല. മേഴ്സറൈസേഷൻ ഉപയോഗിക്കുന്ന NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ നിർമ്മിത ഫൈബർ ഏത്? ഏതാണ്? ഫസ്റ്റ് മാനുഫാക്ചേർഡ് ഫൈബർ. ആദ്യം നിർമ്മിച്ചിട്ടുള്ള ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? റയോൺ. ലോകത്തിലെ ആദ്യ നിർമ്മിത ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സെമി സിന്തറ്റിക് ഫൈബറാണ്, കാരണം ഇത് പൂർണ്ണമായിട്ടും കൃത്രിമമല്ല അല്ലെ. മരത്തിന്റെ വുഡ് പൾപ്പിൽ നിന്നും ലഭിക്കുന്ന സെല്ലുലോസ് നമ്മൾ രാസപ്രക്രിയയിലൂടെ മാറ്റിയാണ് നമ്മൾ റയോൺ നിർമ്മിക്കുന്നത്. റയോണിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു, കാരണം ഇത് സിൽക്കിനെ പോലെ മൃദുത്വവും തിളക്കവും ഉള്ള ഒരു ഫൈബറാണ്. അതുപോലെ തന്നെ റേറ്റ് കുറവുമാണ് സിൽക്കിനെ അപേക്ഷിച്ച്. സോ അതിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. റയോണിന്റെ പ്രധാന സവിശേഷതകൾ എന്നൊക്കെ പറയുന്നത് സെല്ലുലോസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫൈബറാണ്. സിൽക്ക് പോലെ തിളക്കവും മൃദുത്വം ഉണ്ടാവും, ഈർപ്പം നന്നായി അബ്സോർബ് ചെയ്യാൻ കഴിയും. സാരീസ്, ഡ്രസ്സസ്, കർട്ടൻസ്, ഹോം ഫർണിഷിംഗ് മുതലായ സാധനങ്ങൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ഓപ്ഷൻ വിസ്കോസ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വിസ്കോസ് എന്നത് റയോണിന്റെ ഏറ്റവും സാധാരണമായ ഒരു തരമാണ്, ടൈപ്പ് ഓഫ് റയോൺ ആണ്. അതിനാൽ ആദ്യ നിർമ്മിത ഫൈബർ എന്ന് നമുക്ക് പൊതുവായിട്ട് പറയാനായിട്ട് പറ്റില്ല. അക്രിലിക് അടുത്തത്, ഇതൊരു സിന്തറ്റിക് ഫൈബർ ആണ്, റയോണിന് ശേഷം വികസിപ്പിച്ചത്. അസറ്റേറ്റ്, ഇതും സെല്ലുലോസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള മറ്റൊരു മാനുഫാക്ചർഡ് ഫൈബർ ആണ്, എന്നാൽ ആദ്യ നിർമ്മിത ഫൈബർ അല്ല. 145 ഏറ്റവും അടിസ്ഥാന വീവ് ഏത്? ഏറ്റവും അടിസ്ഥാന വീവ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലെയിൻ വീവ് ആണ് അല്ലെ. പ്ലെയിൻ വീവ് എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായതും സിമ്പിൾ ആയതും ബേസിക് ആയിട്ടുള്ള ഒരു വീവിങ് രീതിയാണ്. എല്ലാ അടിസ്ഥാന വീവ്സിലും അല്ലെങ്കിൽ വീവ്സുകളുടെയും തുടക്കമായിട്ടാണ് നമ്മൾ പ്ലെയിൻ വീവിനെ കണക്കാക്കുന്നത്. ഈ നെയ്ത്തിൽ ഒരു വാർപ്പ് ത്രെഡിന് മുകളിൽ അടുത്ത വാർപ്പ് ത്രെഡിന് താഴെയായിട്ടാണ് വെഫ്റ്റ് ത്രെഡ് കടന്നു പോകുന്നത്. ഒന്നിടവിട്ട് താഴേക്കും മേലേക്കുമായിട്ടാണ് കടന്നു പോകുന്നത്. ഓവർ വൺ അണ്ടർ വൺ എന്ന് പറയുന്നത് പോലെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരു വാർപ്പിന് മേലെ, ഒരു വാർപ്പിന് താഴെ, ഒരു വാർപ്പിന് മേലെ, ഒരു വാർപ്പിന് താഴെ, അങ്ങനെ. പ്ലെയിൻ വീവ് ഉപയോഗിക്കുന്ന തുണികൾ എന്ന് പറയുന്നത് പോപ്ലിൻ, മസ്ലിൻ, കാംബ്രിക്, വോയിൽ മുതലായ തുണികളിലൊക്കെ പ്ലെയിൻ വീവാണ്. അടുത്ത ഓപ്ഷൻസ് ബാസ്ക്കറ്റ് വീവ്. ഇത് പ്ലെയിൻ വീവിന്റെ ഒരു വകഭേദമാണ്. രണ്ടോ അതിലധികമോ നൂലുകൾ ഒരുമിച്ചാണ് നെയ്യുന്നത്, ഇങ്ങനെ ഇന്റർലേസ് ആയി പോകുന്നത്. ട്വിൽ വീവ് എന്ന് പറയുന്ന തുണിയുടെ ഡയഗണൽ ലൈൻസ് കാണുന്ന നെയ്ത്താണ്. ഇത് അടിസ്ഥാന വീവുകളിൽ ഒന്നാണെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതല്ല. സാറ്റിൻ വീവ് നീളം കൂടിയ ഫ്ലോട്ട് ഉള്ളതിനാൽ മിനുസവും തിളക്കവുമുള്ള സർഫേസ് നൽകുന്ന ഒരു വീവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 146, ലിനൻ ഉത്ഭവിച്ചത് എവിടെ? ലിനന്റെ ഒറിജിൻ ഉത്ഭവിച്ചത് എവിടെ? ഉത്തരം ഈജിപ്റ്റ് ആണ്. ലിനൻ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വസ്ത്രനാരികളിൽ ഒന്നാണ്. ഇത് ഫ്ലാക്സ് പ്ലാന്റിന്റെ തണ്ടിൽ നിന്നും ലഭിക്കുന്ന നാച്ചുറൽ ബാസ്റ്റ് ഫൈബർ ആണ്. ഏറ്റവും പഴക്കമേറിയ വസ്ത്രനാരികളിൽ ഒന്നാണ്. ഫ്ലാക്സ് പ്ലാന്റിന്റെ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബാസ്റ്റ് ഫൈബർ ആണ് ലിനൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത്, അതായത് പുരാതന കാലത്ത് ഈജിപ്തില് ലിനൻ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഫൈബർ ആയിരുന്നു. ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും വസ്ത്രങ്ങൾ, പുരോഹിതരുടെ വസ്ത്രങ്ങൾ, കൂടാതെ മമ്മികളെ പൊതിയാനും ലിനൻ തുണിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ലിനന്റെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്നത്. വളരെ ശക്തിയുള്ള ഒരു നാച്ചുറൽ ഫൈബർ ആണ്. വായു നന്നായി കടത്തി, അത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫൈബർ ആണ്. ഈർപ്പം ആഗിരണം ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു ഫൈബർ ആണ് ലിനൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏഷ്യ, ലിനന്റെ പ്രധാന ഉത്ഭവ സ്ഥലമായിട്ട് പറയുന്നില്ല. മെക്സിക്കോ ലിനന്റെ ഉത്ഭവവുമായി ബന്ധമില്ല. ജപ്പാൻ ലിനന്റെ ഉത്ഭവ രാജ്യമല്ല. സോ ആൻസർ ഈജിപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 147, യാൺ ട്വിസ്റ്റിന്റെ ദിശ ഏത്? യാൺ ട്വിസ്റ്റിന്റെ ദിശ. യാൺ ട്വിസ്റ്റ്
യാൺ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നാരുകളെ നമ്മൾ ഒരുമിച്ച് തിരിച്ച് ശക്തമായ ഫൈബേഴ്സിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് യാണാക്കുകയാണ് ചെയ്യുന്നില്ല. ഈ ട്വിസ്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, യാണിന് പ്രധാനമായിട്ട് 2 ഡയറക്ഷനാണുള്ളത്, എസ് ട്വിസ്റ്റും ഇസഡ് ട്വിസ്റ്റും. എസ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് നൂലിൻ്റെ ചെരിവ്, നൂലിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നൂലിൻ്റെ ചെരിവ് എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ മധ്യഭാഗത്തുള്ള ചരിവ് അല്ലെങ്കിൽ ആ ഒരു സ്ലാൻഡിങ്ങിന് സമാനമായിരിക്കും, അതുമാതിരി ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇസഡ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഇസഡ് ട്വിസ്റ്റിൻ്റെ മധ്യഭാഗത്തെ ചെരിവ് ഏത് ഡയറക്ഷനിലേക്കാണ് അതുപോലെയാണ് ഇസഡ് ട്വിസ്റ്റ് ഉണ്ടാവുക. ഇത് രണ്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ട്വിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് യാൺ ട്വിസ്റ്റ് ഡയറക്ഷൻ ചോദിച്ചാൽ എസും ഇസഡും രണ്ടും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എയും ബിയും ഇസഡും എസും കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ ഇസഡ് ട്വിസ്റ്റ് ഒരെണ്ണം മാത്രമാണ്, എസ് ട്വിസ്റ്റ് ഒരെണ്ണം മാത്രമാണ് പറയുന്നത്. സീറോ ട്വിസ്റ്റ് എന്ന് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഇല്ലാത്ത പ്രത്യേക യാണുകളെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ട്വിസ്റ്റ് ഡയറക്ഷൻ എന്ന വിഭാഗത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. 148 2 അല്ലെങ്കിൽ കൂടുതൽ യാണുകൾ ചേർന്നത് എന്താണ്? 2 അല്ലെങ്കിൽ കൂടുതൽ യാണുകൾ ചേർന്നത് എന്താണ്? പ്ലൈ യാൺ. പ്ലൈ യാൺ എന്ന് പറയുന്നത് 2 അതിലധികമോ സിംഗിൾ യാൺസിനെ ഒന്നിച്ച് ട്വിസ്റ്റ് ചെയ്ത് നിർമ്മിക്കുന്ന യാണാണ് പ്ലൈ യാൺ എന്ന് പറയുന്നത്. ആദ്യം ഓരോ സിംഗിൾ യാണും വേർതിരിച്ച് നിർമ്മിക്കും, തനിയെ നിർമ്മിക്കും. പിന്നീട് അവരെ രണ്ടും ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലൈ യാൺ ഉണ്ടാക്കുന്നത്. സിംഗിൾ യാണിനേക്കാളും ശക്തി കൂടുതലാണ്, കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ തയ്യൽ നൂലായിട്ടും സ്റ്റിച്ചിങ് നൂലായിട്ട് നിറ്റിങ്ങിന് തുടങ്ങിയതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്ലൈ യാൺ. ബാക്കിയുള്ള ഓപ്ഷനായ കോമ്പാക്ട് യാൺ എന്ന് പറയുന്നത് പ്രത്യേക സ്പിന്നിങ് ടെക്നിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിംഗിൾ യാണാണ്. 2 അതിലധികമോ യാണുകൾ ചേർന്നിട്ടല്ല, അത് പ്രത്യേക ഒരു സിസ്റ്റം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ടെക്നിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോമ്പാക്ട് യാൺ എന്ന് പറയുന്നത്. കേബിൾഡ് യാൺ എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ പ്ലൈ യാൺസിന് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് നിർമ്മിക്കുന്ന യാണാണ്. അതായത് 2 യാൺസിന് ട്വിസ്റ്റ് ചെയ്യുന്നതാണ് പ്ലൈ യാൺസ്, 2 പ്ലൈ യാൺസിനെ ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേബിൾഡ് യാൺ എന്ന് പറയുന്നത്. ഇനി നോവൽറ്റി ആണെന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഡെക്കറേറ്റീവ് എഫക്റ്റ് നൽകി നിർമ്മിക്കുന്നതാണ് നോവൽറ്റി ആണെന്ന് പറയുന്നത്. 149ാമത്തെ ക്വസ്റ്റ്യൻ, മസ്ലിൻ അല്ലെങ്കിൽ ഗ്രേ ക്ലോത്ത് അറിയപ്പെടുന്നത് എന്ത്? മസ്ലിൻ അല്ലെങ്കിൽ ഗ്രേ ക്ലോത്ത് അറിയപ്പെടുന്നത് എന്ത്? ടോയിൽ ആണ് ഉത്തരം. ടോയിൽ എന്ന് പറയുന്നത് സാധാരണ മസ്ലിൻ അല്ലെങ്കിൽ ഗ്രേ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ടെസ്റ്റ് ഗാർമെന്റ് അല്ലെങ്കിൽ മോക്കപ്പ്, പരീക്ഷണ മാതൃക. നമ്മൾ ഒരു ഗാർമെന്റിന്റെ മാതൃക, ടെസ്റ്റിംഗ് മാതൃക ഉണ്ടാക്കുന്നതാണ് ടോയിൽ എന്ന് പറയുന്നത്. ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ യഥാർത്ഥ തുണി മെയിൻ ക്ലോത്ത് മുറിക്കുന്നതിന് മുന്നേ നമ്മൾ പാറ്റേൺ ശരിയാണോ, ഫിറ്റിംഗ് എങ്ങനെയാണോ, ഡിസൈൻ കൃത്യമാണോ ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മസ്ലിൻ അല്ലെങ്കിൽ ഗ്രേ ക്ലോത്ത് തുണി ഉപയോഗിച്ചിട്ട് നമ്മളൊരു മാതൃക തയ്ക്കും. ഈ മാതൃകയാണ് ടോയിൽ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പാറ്റേണിന്റെ തെറ്റുകൾ കണ്ടെത്താം, ഫിറ്റ് പരിശോധിക്കാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലെ പ്രശസ്തമായൊരു എംബ്രോയിഡറിയുടെ പേരാണ്. മേസൺ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഗാർമെന്റ് പാറ്റേൺ മേക്കിങ്ങിൽ അങ്ങനെ ഒരു വേർഡ് ഇല്ല. ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് പൂർത്തിയായ തുണിയെ വസ്ത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്, അല്ലാതെ ഗ്രേ ക്ലോത്ത് അല്ലെങ്കിൽ മസ്ലിൻ മോക്കപ്പ് അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സന്തോഷവും ഉല്ലാസവും നൽകുന്ന നിറം ഏത്? സന്തോഷവും ഉല്ലാസവും നൽകുന്ന നിറം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, യെല്ലോ ആണല്ലേ. യെല്ലോ നിറം, മഞ്ഞ നിറം, സന്തോഷം, ഉല്ലാസം, പ്രത്യാശ, ഊർജം, പോസിറ്റീവ് ചിന്ത, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത്. നിറം സന്തോഷം, യെല്ലോ നിറം എന്ന് പറയുന്നത് സന്തോഷം, ഉല്ലാസം, പ്രത്യാശ, ഹാപ്പിനെസ്, ചിയർഫുൾനെസ്, ഹോപ്പ്, എനർജി, ഒപ്റ്റിമിസം, പോസിറ്റീവ് ചിന്ത എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു കളറാണ്. പ്രകൃതിയിൽ സൂര്യപ്രകാശമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നിറമായതുകൊണ്ട് തന്നെ മഞ്ഞ നിറം കാണുമ്പോൾ മനസ്സിന് ഉന്മേഷവും പ്രസന്നതയും അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിലും സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ, പ്രകാശവും വിശാലതയും തോന്നിപ്പിക്കാൻ കുട്ടികളുടെ വസ്ത്രങ്ങളിൽ, മുറികളിൽ, ആഘോഷ വസ്ത്രങ്ങളിലൊക്കെ നമ്മൾ മഞ്ഞ നിറം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ നീല ശാന്തത, കാംനെസ്, സമാധാനം, പീസ്, വിശ്വാസം, ട്രസ്റ്റ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇനി തവിട്ട് നിറം അഥവാ ബ്രൗൺ എന്ന് പറയുന്നത് സ്ഥിരത, പ്രകൃതിയോടുള്ള ബന്ധം, സ്റ്റെബിലിറ്റി, എർത്തിനെസ്, വിശ്വാസ്യത, റിലയബിലിറ്റി എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. വയലറ്റ് എന്ന് പറയുന്നത് ആഡംബരം അല്ലെങ്കിൽ റോയൽറ്റി, ആത്മീയത, സ്പിരിച്വാലിറ്റി,
സൃഷ്ടിപരത, ക്രിയേറ്റിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട നിറമാണ് വയലറ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ യെല്ലോ ആണ്. അപ്പോൾ നമ്മളുടെ 1000 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 6ാമത്തെ വീഡിയോ ആണിത്. വൈകാതെ തന്നെ 7ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. PDF ആവശ്യമുള്ളവർ നമ്മളുടെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുകയോ ടെലിഗ്രാമിൽ മെസ്സേജ് ഇടുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ഇട്ടാലും മതി. നമ്മൾ കോൺടാക്ട് നമ്പർ അയച്ചു തരാം. PDF വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.